ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു JM Journey. ഇന്നലെ സലാറിലെ സോങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂര്യയുടെ കൊണ്ടുള്ള തെലുഗു വേർഷനാണ് ഞാൻ റിയാക്ട് ചെയ്തത്. കാരണം മലയാളം ഇനി അഥവാ എന്തെങ്കിലും ഒരു വിഷയം വന്നാലോ, കാരണം ആ ലാംഗ്വേജ് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് ദഹിക്കണമെന്നൊന്നുമില്ല ആ വേർഡ്സിലേക്ക് വരുമ്പോൾ. സോ അങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ടാണ് ഞാൻ തെലുഗു റിയാക്ട് ചെയ്തത്. മാത്രമല്ല ഒറിജിനൽ വേർഷൻ ആദ്യം ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ അതിന് താഴെ കുറെ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്, അതായത് മലയാളം അടിപൊളിയാണ്, മലയാളം ചെയ്യും, മലയാളം റിയാക്ട് ചെയ്തുകൊണ്ട് കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നീ എന്തിനാടാ പോയിട്ട് തെലുങ്ക് റിയാക്ട് ചെയ്ത് മലയാളം റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എന്താണ് പറയുന്നത് കറക്റ്റ് മനസ്സിലാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മറ്റേലാകുമ്പോൾ നമുക്കൊരു അർത്ഥം കറക്റ്റ് മനസ്സിലാവില്ല, മാത്രമല്ല എന്തോ ഉണ്ടിട്ടോടാനും പട്ടി എന്നൊക്കെയുള്ള വേർഡൊക്കെ വരുന്നുണ്ട്. സോ എനിക്ക് ആ രണ്ട് മൂന്ന് സാധനങ്ങളെ കുറച്ച് തമാശയായിട്ടാണ് ഫീൽ ചെയ്തത്. എന്തായാലും ഇത്രയും ആളുകൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഈ മലയാളം വേർഷൻ കണ്ടിട്ടില്ല ഇതുവരെ, ഫസ്റ്റ് റിയാക്ഷൻ തന്നെയാണ്. സോ ഇപ്പോഴാണ് കാണുന്നത്. സൂര്യാംഗം എന്ന് പറഞ്ഞൊരു സംഭവം, അത്രയും വേർഡ്സ് ഒക്കെ അടിപൊളിയാണെന്നൊക്കെയാണ് പറയുന്നത്. നല്ല ഫീൽ ഉണ്ട്, കറക്റ്റ് ആയിട്ട് ഇതിന്റെ അർത്ഥം മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, റെഡി? വീണ്ടും ഹോംബാല. സൂര്യാംഗം ചിറകുതുന്നി സ്നേഹാർദ്രം മിഴികൾ ചിമ്മി വന്നുവോ പീലി അഴകിൽ പീലിയഴകിൽ ഇതുവോ മുല്ലമാമഴ ശ്യാമമേഘം ആകാശപ്പിറവിയല്ലേ മുത്തി മണ്ണിൽ മെല്ലെ എൻ ഭാഗ്യതാരമേ നീ കനകമാകൂ ഉള്ളം തൊടും കൺകനീ ഗാനമാകൂ. ഒരുവൻ വില്ലേന്തും മറ്റൊരുവൻ അമ്പാകും, ഒരുവൻ ഗർജനം ഒരുവൻ തിരകടൽ ഒരുമയിൽ പ്രളയം, ശൗര്യമൊരുവൻ ശൂലമൊരുവൻ പുതിയ പകലിനി പോർദിനം, വരമേ വരമൊഴി തമ്മിലലിയും സ്നേഹമേനിമേൽ നൂറാണ്ടു വാഴണമേ. അർത്ഥം ചുമ്മാ നോക്കി നിൽക്കണം. ദേവ് ദേവ ഒരുവൻ തീ തുളിക്കും മറ്റൊരുവൻ കാറ്റാകും, ഒരുവൻ അരജൻ ഒരുവൻ അധിപൻ പെരുമയിൽ നടനം, വേഗമൊരുവൻ ത്യാഗമൊരുവൻ ഹൃദയ വഴികളിൽ തേൻകണം, വരുമോ തനി വഴി നമ്മിലലിയാം സ്നേഹമേനിമേൽ നൂറാണ്ടു വാഴണമേ. സൂര്യാംഗം ചിറകുതുന്നി സ്നേഹാർദ്രം മിഴികൾ ചിമ്മി വന്നുവോ പീലി അഴകിൽ സന്ധ്യമേഘം, ഇതുവോ മുല്ലമാമഴ ശ്യാമമേഘം. December 22, അതൊരു ഭയങ്കരമായ ഡേറ്റ് ആയിരിക്കും. കാരണം ഭയങ്കരമായിട്ട് മേ ബി ഇന്ത്യൻ സിനിമയിൽ അത്രയും ആളുകളെ ഞെട്ടിച്ചിട്ടുള്ള, അത്രയും വലിയ കളക്ഷൻ നേടിയിട്ടില്ല അല്ലെ, 1000 കോടിന്റെ മുകളിലൊക്കെ പോയി ഭയങ്കര കളക്ഷൻ നേടിയിട്ടുള്ള സിനിമയാണ് KGF. സോ അതിനപ്പുറത്തേക്ക് വരുന്ന ഒരു സിനിമ അവൻ മേ ബി സാധ്യതയുണ്ട്. പിന്നെ KGF പോലെ തന്നെ അതിന്റെ മേക്കിംഗ് സ്റ്റൈൽ ആണെങ്കിലും ഒക്കെ നമുക്ക് KGF ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പുള്ളിക്കാരൻ മറ്റൊരു KGF പ്രതീക്ഷ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഞാൻ പേഴ്സണലി KGFന്റെ കണക്ഷൻ കാണുന്നുണ്ട്. പിന്നെ ആ കുട്ടി യശങ്കിൾ, പ്രഭാസങ്കിൾ,
പൃഥ്വിരാജങ്ങൾ അഭിനയിച്ച സിനിമയിൽ പാടാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും ഒരു പ്രതീക്ഷ കൂടിയിട്ടുണ്ട്. യശിന്റെ ഒരു ക്യാമിയോ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എല്ലാ സമയത്തും പ്രശാന്ത് നീൽ തന്നെയാണ്. ഇതിൽ ഫസ്റ്റ് ഈ സംഭവം കണ്ട സമയത്ത് ആരാണത് വാതിലൊക്കെ പൊളിച്ചുകൊണ്ട് ഓക്കെ. അപ്പോ ആദ്യം ഈ സംഭവം തെലുഗു വേർഷൻ കണ്ട സമയത്തിന്റെ എൻഡിൽ ഈ പൃഥ്വിരാജിന്റെ ഒരു ക്യാരക്ടർ കാണുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ഓവറാക്കി ചളാക്കൂടെ എന്ന് തോന്നിയത്. പക്ഷെ ഇതിന്റെ അർത്ഥം ഇതിന്റെ കാര്യം ഈ ഒരു ഫീലിലേക്ക് വരുമ്പോൾ മലയാളം കാണുമ്പോൾ മറ്റൊരു ഫീലാണ് കിട്ടുന്നത്. കാരണം ഇതിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ രാജുവിന്റെ ഒരു ക്യാരക്ടർ അത്രയും ഒരു വലിയൊരു സ്ട്രഗിൾ, അങ്ങനെ ഒരു സ്ട്രഗിൾ പീരീഡിലൂടെ കടന്നു പോകുന്ന ആളാണ്. അല്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് ആ ട്രെയിലറിൽ ഇടിച്ച് പത്തിരിയാക്കിയിട്ട് ഈ മൂക്കിൽ മറ്റേ ആ വളരെ റിങ്ങിട്ട് അങ്ങനെ എടുക്കാൻ പോകുമ്പോഴുള്ള പെയിനും കുറെ ചോരയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആരോ നന്നായിട്ട് പഞ്ഞിക്കിട്ട് പോവുകയോ അല്ലെങ്കിൽ മൂപ്പരുടെ സാമ്രാജ്യം തകർക്കുകയോ അല്ലെങ്കിൽ മൂപ്പരുടെ പ്രധാനപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നു, ഒറ്റപ്പെട്ട് ആരും ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. കുറച്ച് ഇൻട്രോവേർട്ട് പോലത്തെ ഒരു ക്യാരക്ടർ പോലത്തെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഈ പാട്ടില്. സോ ആ സമയത്താണല്ലോ ദേവനെ വിളിക്കുന്നതും ദേവ വരുന്നതും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ആരും ഇല്ലാണ്ട് ആരും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഇയാൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സംഭവം കാണിക്കുന്നത്. അപ്പോൾ ഓവറാവാൻ സാധ്യത. പിന്നെ ഞാൻ അത് കണ്ടപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രശാന്ത് നീലാണ് ആ ഒരു ഫീൽ എങ്ങനെ കൊണ്ടുവരുന്നു പറയാൻ പറ്റില്ല. പുള്ളിക്കാരൻ എന്താണ് ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. സോ എന്ത് എത്ര ക്രിഞ്ച് അടിച്ച് ചടക്കേണ്ട സീനാണെങ്കിൽ പോലും അതിനെ വേണ്ട രീതിയിൽ ഒരു ഗൂസ് ബം മൊമെന്റിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളാണ് പ്രശാന്ത് നീൽ. സോ തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും മലയാളത്തിലേക്ക് വരുമ്പോൾ നല്ല രസമുണ്ട്. വരികളൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഫീൽ ഓക്കെ, ആ കേൾക്കുന്ന ഫീൽ അടിപൊളിയാണ്. അത് തെലുഗു വേർഷൻ ആണെങ്കിലും അടിപൊളി തന്നെയാണ്. പിന്നെ ഇതിന്റെ തമിഴ് വേർഷൻ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അത് വലിയ കുഴപ്പമില്ല. പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പോൾ ആ അർത്ഥം കറക്റ്റ് മനസ്സിലാകുമ്പോൾ ഭയങ്കരമായിട്ട് ഒരുവൻ തീത്തുള്ളിയാവുന്നു, തീത്തുള്ളിയും മറ്റൊരുവൻ കാറ്റാകുന്നു. അപ്പൊ മതിയല്ലോ, തീ കുപ്പി കഴിഞ്ഞാൽ മറ്റേ കാറ്റും കൂടെ ആയി കഴിഞ്ഞാൽ ആളിയും പട്ടരുന്നില്ലേ. അതിന്റെ പവറൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഒരുവൻ വില്ലേന്തും അല്ലെ, മറ്റൊരുവൻ എന്തോ സംഭവം അതൊക്കെ കറക്റ്റ് അമ്പാകുന്നു. അതൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും രണ്ടുപേരുടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നതും ആ വരികളിലൊക്കെ കറക്റ്റ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ബോണ്ട്, ആ റിലേഷന്റെ ശക്തി, പവർ എത്രമാത്രം ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് വരിയൊക്കെ. പിന്നെ എനിക്ക് പറഞ്ഞ പോലെ ഞാൻ ഈ തെലുഗു വേർഷൻ കണ്ടിട്ട് അതിലെ ചില വേർഡ് മനസ്സിലാവാതെ കോമഡി ആയിട്ട് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞപ്പോ അതിന് താഴെ വന്ന കമന്റിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, നീ എന്താണ് നീ നിനക്ക് തെറ്റിപ്പോയി. കാരണം ഞാൻ പറഞ്ഞത് മലയാളം ഒരു പക്ഷേ കൈവിട്ട് പോയാലോ, അത് സാധാരണ ഈ തെലുഗു ഒക്കെ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വരുമ്പോൾ ആ കയ്യിൽ പോകാറുണ്ട്. അപ്പൊ നിനക്ക് തെറ്റിപ്പോയി, ഇത് ഹോംബാല് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നീ ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, മൈ മിസ്റ്റേക്ക്. കാരണം എല്ലാ വേർഷനിലും എല്ലാ മലയാള പാട്ടുകളും വന്നൊക്കെ അടിപൊളിയായിരുന്നു. അത് ഞാൻ വിട്ടുപോയി. ഹോംബാലയാണ് പ്രൊഡക്ഷൻ ചെയ്യണത്. സോ അതുകൊണ്ട് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. അതൊന്നും മോശമായി പോകാൻ ഒരു സാധ്യതയില്ല. നമ്മൾ മലയാളം സോങ് കേൾക്കുന്ന പോലെ തന്നെ നമുക്കിത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്ര ഭംഗിയുണ്ട് ഓരോ വരികളും, അതിന്റെ ഫീലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. രവി ബാസു അല്ലേ, അതേപോലെ ഇതിന്റെ മ്യൂസിക്. സോ 22 ഡിസംബർ കട്ട ഹീറ്റിംഗ് ആണ്. നമുക്കറിയാം, നമുക്ക് നോക്കാം എന്താകുന്നത്. ഓക്കെ, അടിപൊളിയായിട്ട് കാണാം. കാണുന്നവരെ ടാറ്റാ.